ബൈ ദ ടൈം ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം മാം. മാം റിപ്ലൈ തന്നിട്ടില്ല. ഇല്ല, എത്തി ആളെത്തി. ശരി. ഹലോ ചിത്ര. ഹലോ മാം. ഹലോ. ഓക്കെ എന്നാ നമുക്ക് തുടങ്ങാം അല്ലേ. നെക്സ്റ്റ് നമ്മുടെ അടുത്ത ടോപ്പിക്സ് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? സ്ക്രീൻ ഷെയർ ചെയ്തോ. ഷെയർ ചെയ്യോടാ. ചെയ്തു മാം. വരുന്നേ ഉള്ളൂ. യെസ്, ലോഡിങ്. കാണുന്നില്ലേ? എനിക്കിവിടെ ഇപ്പൊ കാണാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ഏതുവരെ എടുത്തു? നമ്മൾ ലാസ്റ്റ് ടോപ്പിക് ഏതായിരുന്നു? റേഡിയോ ബട്ടൺസ് അല്ലേ? റേഡിയോ ബട്ടൺസ് ഒരു ഡൗട്ട് ഇല്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ള ടോപ്പിക് ആണ് ടേബിൾ ഹാൻഡ്ലിംഗ്. അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ടേബിളിൽ നിന്ന് നിങ്ങൾക്കൊരു ഡാറ്റയെ എങ്ങനെയെല്ലാം ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു ടേബിളിന്റെ ഡാറ്റയെ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻറ്റയർ ടേബിളിന്റെ ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റോയുടെ ഡാറ്റ ഫെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോളത്തിന്റെ ഡാറ്റ ഫെച്ച് ചെയ്യാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. മാം ഒരു ടേബിൾ ഉണ്ട്. ഹലോ പറഞ്ഞോ മാം. ഇപ്പൊ ടേബിൾ ഉണ്ടെങ്കിൽ റോ വൈസും കോളം വൈസും നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കാം അല്ലേ? അതെ, റോ വൈസ് കോളം വൈസ് എടുക്കാൻ പറ്റും. അതെ, ഓക്കെ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് നമ്മൾ ഇതുവരെ പഠിച്ചൊക്കെ തന്നെയാണ്. ലൊക്കേറ്റേഴ്സ് ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനുള്ള. ഓക്കെ, ഞാനൊരു URL തരാം. 1 സെക്കൻഡ്. URL ഓപ്പൺ ചെയ്തോടാ. പേസ്റ്റ്. യെസ്, ഇവിടെ നമുക്കൊരു ടേബിൾ ഉണ്ട് അല്ലേ? ഈ ടേബിൾ ആണ് ഈ ടേബിൾ വെച്ചാണ് എനിക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെ വാല്യൂസ് ഉണ്ട്? നെയിം, പൊസിഷൻ, ഓഫീസ്, ഏജ്, സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് സാലറി. ഒരു കാര്യം ചെയ്തേ, ആ ടേബിളിനോട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടേബിളിന്റെ റെഡ് പാത്ത് എഴുതിക്കടാ. ഏതെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്താൽ പോരാ മാം? ഏത് റൈറ്റ് ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല. ഏതെങ്കിലും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് കൊടുക്കുക. അതിൽ ടേബിൾ എന്നിട്ട് ടാഗ് കണ്ടായിരുന്നോ? എനിക്ക് TH ആവുന്നത്. ആ THന്റെ മുകളിലായിട്ട് ടേബിൾ എന്നിട്ട് ടാഗ് കണ്ടായിരുന്നോ? ടേബിൾ ID ആണോ? അതെ, ടേബിൾ ID ഈക്വൽസ്. ഒന്നുകൂടെ പോയിക്കോ ശിഖ. ടേബിൾ ID ഈക്വൽസ് താഴെടാ, താഴെ വാ.
ഇതിന്റെ മുകളില്. ആ ഓക്കെ ഓക്കെ, ഇത് അതിന്റെ രച്പാത്ത് എഴുതിക്കേ. ഓക്കെ നെക്സ്റ്റ് പാർട്ട് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ, ടേബിൾ ശരി. സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഉം, ID ഉം. ഐഡിയ ആണോ? എന്റത് പോയി. ആ ടേബിൾ ടേബിളിലാണ് ഇത്, പേര് കൊടുത്തോ. ടേബിളിന്റെ ID ഉണ്ടല്ലോ, അപ്പൊ ID കൊടുക്കാം. അപ്പൊ അതിന്റെ പേര് ടേബിൾ DT ബേസിക് എക്സാമ്പിൾ. ഐഡി അല്ലേ? ഐഡി DT ബേസിക് എക്സാമ്പിൾ. @ന് പകരം 2 ആയിട്ടുണ്ടോടാ? ഓ യാ ഓക്കെ. ആ വന്നു. യെസ്. ഇനി ഇതിന്റെ തൊട്ട് താഴെ ഇതിന്റെ ഒപ്പം കൊടുക്കടാ സ്ലാഷ്. തൊട്ട് താഴെന്ന് വെച്ചാ എൻട്രി അടിക്കും. ഇതിന്റെ ഒപ്പം തന്നെ കൊടുത്തു സ്ലാഷ്. സ്പേസ് വേണോ? സ്പേസ് വേണമെന്നില്ല. മാം സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞാണോ? ആ സ്ക്വയർ ബ്രാക്കറ്റ്സ് കഴിഞ്ഞിട്ട് സ്ലാഷ് ടി ബോഡി. ടി ആണോ പി ആണോ? എന്താടാ? ടി ഫോർ ട്രെയിൻ ആണോ? ബി ഫോർ ബോൾ. ബി ഓക്കെ. ബി ബോഡിയോ? ടി ബോഡി. ടി ബോഡി. ടി ബോഡി. ആ ടേബിളിന്റെ കുറച്ച് താഴേക്ക് വന്നേ, കാണിച്ചു തരാം. എവിടെ മാം? ഡോമില് കുറച്ച് താഴേക്ക് വന്നേ. ഓക്കെ. TH ആണല്ലോ ഇവിടെ. ടി ബോഡി കണ്ടു. ടി ബോഡി കണ്ടോ മുകളില്? ആ കണ്ട്. ടി ബോഡി ചാർജർ ഒന്ന് എടുത്തോണ്ട് വരോ? ചാർജർ. ടി ബോഡി കഴിഞ്ഞിട്ട് വീണ്ടും സ്ലാഷ് അല്ലേ? സ്ലാഷ് ഇടുക. യെസ്. സ്ലാഷ് TR. ഓക്കെ. ഓക്കെ. ടി ബോഡി TR. എനിക്കിതിൽ വേണ്ടത് ഫസ്റ്റ് ലൈൻ ആണെന്ന് വിചാരിക്കുക. ഇത് യെസ്. ഫസ്റ്റ് റോ ഐഡന്റിഫൈ ചെയ്യാനാണ് TR സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 1 എന്ന് മാർക്ക് ചെയ്യുന്നത്. TR സ്ക്വയർ ബ്രാക്കറ്റിൽ 1. ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങക്ക് TR സ്ക്വയർ ബ്രാക്കറ്റ്സ് 1 എന്ന് റോ കിട്ടിയായിരുന്നു ഔട്ട്പുട്ട്. അതൊന്ന് കോപ്പി എടുത്തേ. ഈ റോയുടെ ആണോ കോപ്പി എടുക്കണ്ടേ? എന്തിന്റെ കോപ്പിയാ മാം എടുക്കണ്ടേ? ഇപ്പൊ എഴുതിയ ചെറ്റ്സ്പാത്തിന്റെ ഓക്കെ. കോപ്പി എടുക്കാം. കോപ്പി എടുത്തു. പൈച്ചാമിൽ ഒന്ന് പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്തോളൂ. ഹാൻഡ്ലിംഗ് ടേബിൾസ്. ഹാൻഡ്ലിംഗ് ടേബിൾസ്. ഓക്കെ. ക്ലാസ് ക്രിയേറ്റ് ചെയ്യണോ മാം? ക്ലാസ് ക്രിയേറ്റ് ചെയ്യാ, ബേസിക്സ് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാം. ടേബിൾസ് ആയിരുന്നു ഞാൻ കൊടുത്തത്. അതെ. ഓക്കെ. ചെയ്തു മാം. ചെയ്തു. എല്ലാവരും എത്തിയത് വരെ
ഓക്കെ. എല്ലാവരും എത്തിയതൊന്ന് പറയാ ട്ടാ. എത്തി മാം. ഡയാന എത്തിയായിരുന്നോ? എത്തി മാം. ഓക്കെ. ശിഖ എത്തിയെന്ന് ഞാൻ കണ്ടു. സുബിറ്റി ഉണ്ടായിരുന്നു. റിൻറ്റു ലീവാണ്. എല്ലാവരും ആയില്ലേ? ഓക്കെ. ഇനി താഴെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. പേര് വെരിഫൈ ടേബിൾ. വെരിഫൈ ടേബിൾസ് എന്ന് കൊടുത്തോ. വെരിഫൈ ടേബിൾസ്. താഴെ കൊടുത്തോളൂ. സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഗെറ്റ് അതാണോ മാം? എത്തി അല്ലേ? താഴെ കൊടുത്തോളൂ. ഞാൻ തന്ന URL-ലേക്ക് നാവിഗേറ്റ് ചെയ്യടാ. ഓക്കെ. സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഗെറ്റ് URL. അയ്യോ, ഞാൻ എക്സ്പാത്തിൻ്റെത് തൽക്കാലം ഇപ്പൊ ഇവിടെ കിടക്കട്ടെ. ഇനിയും ഞാന് ഇത് പോയി എടുക്കട്ടെ. അത് ഏതായിരുന്നു മാം? മാം തന്നായിരുന്നല്ലോ അല്ലേ URL? മാം ഈ URL ആണോ ആ ടേബിൾ? അല്ല മാം തന്ന URL ആണോ അതോ ഈ ടേബിളിന്റെ നെയിം? ഇത് തന്നെ ആയിരിക്കും അല്ലേ? സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഗെറ്റ് അത് ചെയ്തു. ശരി മാം. ചെയ്തോ. എല്ലാവരും മാം സെലക്ട് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഗെറ്റ് എടുത്ത് നാവിഗേറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വേരിയബിൾ ആയിട്ട് ചെയ്യണോ? വേരിയബിൾ ആയിട്ട് ചെയ്യണം. എല്ലാവരും എത്തിയായിരുന്നോ? അതാണ് ചോദിച്ചത്. അത് ഞാൻ ചെയ്തില്ല. ടേബിൾസ് ഞാൻ പറയാൻ പോകുന്നേള്ളൂടാ. അത് ഗെറ്റ് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ. ഗെറ്റ് ചെയ്യാനേ പറഞ്ഞുള്ളൂ. എല്ലാവരും എത്തിക്കോട്ടെ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ശരി. എത്തിയില്ലേ? ഞാൻ നെക്സ്റ്റ് പറയട്ടെടാ. ഞാൻ എത്തി. ശിഖ എത്തി. ഡയാന എത്തിയായിരുന്നു. അജിത്ര ഓക്കെ. താഴെ ടൈപ്പ് ചെയ്തോളൂടാ. ഇനി ഒരു വേരിയബിളിലേക്ക് സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ കൊടുത്ത ഈ ഒരു എക്സ്പാത്ത് ഇല്ലേ, ഈ എക്സ്പാത്തിനെ ഒന്ന് എഴുതിക്കേ. ബൈ ഡോട്ട് എക്സ്പാത്ത് എന്ന് പറഞ്ഞിട്ട് ഫൈൻഡ് എലമെന്റ്സ് അല്ലേ? ഫൈൻഡ് എലമെന്റ്
എലമെന്റ് എനിക്ക് എസ് വരുവാണ് അതിന്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാ. ഓക്കെ, ടേബിൾ സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ആണ്. ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് ബൈ ഡോട്ട് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ബ്രൗസർ ഡോട്ട് സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് എക്സ് പാത്ത് കൊടുക്കുക. എന്നിട്ട് ഡബിൾ കോഴ്സിനകത്തല്ല മാം? അല്ലല്ലോ. ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് യെസ് ഡബിൾ കോട്ട്സിന്റെ അകത്ത്. find underscore element എന്തായിരുന്നു? by xpath. Okay. അയ്യോ അതല്ലല്ലോ, എക്സ് പാത്ത് ഇതല്ല. വാല്യൂ എടുക്കണം. ഓക്കെ. ഇനി ഇതിന്റെ ടെക്സ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കിയടാ. അത് പറഞ്ഞാതിരി എന്തായിരുന്നു? പ്രിന്റ് ഉണ്ടായിരുന്നല്ലോ, പ്രിന്റ് സെലക്ട് ടേബിൾ ഡോട്ട് മാം പ്രിന്റ് കൊടുക്കുക. എന്നിട്ട് സെലക്ട് ടേബിൾ കാണിക്കണോ? പോയി സജഷനും വരുന്നില്ല. സജഷൻ വരുന്നില്ല. അതാണ് അതെന്താണ്? ആലോചിച്ച് നോക്കിയ നമ്മള് വെബ് എലമെന്റ് കമാൻഡ്സ് പഠിച്ചപ്പോ ഏതാ പറഞ്ഞേ? എനിക്കറിയാം, പക്ഷെ മറന്നുപോയി. എന്റെ മനസ്സിലായി. പ്രിന്റ് വേരിയബിൾ നെയിം ഡോട്ട് ടെക്സ്റ്റ് ആണോ മാം? ടെക്സ്റ്റ്. അത് ടെക്സ്റ്റ് കൂടെ ടേബിൾ ടെക്സ്റ്റ് എന്ന് പറയും. കറക്റ്റ്. സെലക്ട് ടേബിൾ ഡോട്ട് ടെക്സ്റ്റ്. കറക്റ്റ്. അയ്യോ, ടെക്സ്റ്റ് ഡോട്ട് ടെക്സ്റ്റ്. ടെക്സ്റ്റ് അത് എന്നാത്തിനായിരുന്നു? അത് നമ്മൾ എന്തോ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ അല്ല, പ്രിന്റ് ചെയ്യിപ്പിക്കാൻ. എന്ത് പ്രിന്റ് ചെയ്യിക്കാനായിരുന്നു? ഒരു എലമെന്റ് ഡിസ്പ്ലേയില് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ. യെസ്, അത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ. അയ്യോ, അത് എങ്ങനെയായിരുന്നു എടുക്കുന്നത്? അത് എങ്ങനെ എടുക്കാനാണോ? വേരിയബിൾ നെയിം ഡോട്ട് ടെക്സ്റ്റ് കൊടുക്കുക. ഡോം എടുക്കാനില്ലല്ലോ അത്. ജസ്റ്റ് ടെക്സ്റ്റ് ആയിരുന്നു അല്ലേ? ഡോട്ട് ടെക്സ്റ്റ്. ഓക്കെ. എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. പ്രിന്റ് ഈക്വൽസ് ആണോടാ? പ്രിന്റ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ കൊടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. മാം എനിക്ക് തോന്നുന്നു ഈ കോഡിങ് ചെയ്യുമ്പോഴേ ഇത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കണം തോന്നല്ലേ മാം, അല്ലെങ്കിൽ മറന്നു പോകും. ചെയ്തോണ്ടിരിക്കുമ്പോ ഓർമ്മയുണ്ടാവും. നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു സെക്കൻഡ് മാം, ഞാനൊന്ന് എക്സിക്യൂട്ട് ചെയ്താൽ കിട്ടൂല. ഇൻവോക്ക് ചെയ്യാതെ എങ്ങനെ കിട്ടൂ? ശരി, ഇൻവോക്ക് ചെയ്തിട്ടില്ലല്ലോ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ആക്സസ് ബ്രൗസറിനെ വിളിക്കണം. പിന്നെ നെക്സ്റ്റ് വെരിഫൈ വിളിക്കണം. ഹാൻഡ്ലിംഗ് ടേബിൾസ്. എവിടെ വിളിക്കുന്ന റിന്റു? ഞാൻ സ്ക്രീൻ ഷെയർ ആയിട്ടില്ലോ. ശിഖ. സോറി. എനിക്ക് ആള് മാറിപ്പോയി. അപ്പഴേ ഞാൻ മാറ്റി. അതാണ് മിടുക്കി. ആദ്യം ആക്സസ് ബ്രൗസർ, പിന്നെ വേറൊരു കാര്യം, പിന്നെ നമുക്ക് ഈ ഫംഗ്ഷനെ വിളിക്കണ്ട മാം? ഫംഗ്ഷനെ വിളിക്കണം, പിന്നെ വെരിഫൈ ടേബിൾസിനെ വിളിക്കണം. അല്ല, ആദ്യമേ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ ആക്സസ് ബ്രൗസർ, പിന്നെ വെരിഫൈ ടേബിൾസ് അല്ലേ ഉള്ളൂ? അതെ. ഓക്കെ. Handling tables.
ഈ ടേബിളിനെ വിളിക്കണം അല്ലേ? എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയേ. വന്നില്ലല്ലോ മാം. വരുന്നു, സമയം കൊടുക്കൂ കുട്ടി. ഇനി എക്സിക്യൂട്ട് ചെയ്യണോ മാം? എക്സിക്യൂട്ട് ചെയ്തോ? ടൈം ഡോട്ട് സ്ലീപ്പ് അവിടെ കൊടുക്കണം. എനിക്ക് ബൈ ഇമ്പോർട്ട് ചെയ്തില്ല. ടൈം ഡോട്ട് സ്ലീപ്പ് അവിടെ കൊടുക്കണോ? വേണം തോന്നുന്നു. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്തു. അതായത് നിങ്ങൾക്ക് വല്ല വേഗം ക്ലോസ് ആയി പോകുന്നുണ്ടെങ്കിൽ ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്താൽ മതി. ആ പ്രിന്റ് കഴിഞ്ഞിട്ട് കൊടുക്കാം അല്ലേ? പ്രിന്റ് കഴിഞ്ഞ് കൊടുത്തോ. ടൈമിന് ഇമ്പോർട്ട്. ഓക്കെ, നീ റൺ ചെയ്യുക. ഓക്കെ, എന്താ ഔട്ട്പുട്ട്? നെയിം ടൈഗർ നിക്സോൺ സിസ്റ്റം ആർക്കിടെക്ട്. അതായത് നമ്മളുടെ ഫസ്റ്റ് റോ ഡിറ്റക്ട് ആയി അല്ലേ? അത് ഫസ്റ്റ് റോ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് റോ ആയിരുന്നു. ചെക്ക് ചെയ്ത് നോക്കിയേ. ഓക്കെ, നിക്സോൺ സിസ്റ്റം ആർക്കിടെക്ട്. ഇത് തന്നെ മാം വന്നത്. യെസ്, ടേബിളിന്റെ എക്സ്പാത്തിനോട് കൂടി നമ്മൾ കീബോർഡിങ് കൊടുക്കുക. ആ റോ ഏത് റോയാ വേണമെങ്കിൽ ആ റോയും കൊടുക്കുക അല്ലേ മാം? യെസ്, അതെ, ആ റോ കൊടുക്കും. പക്ഷെ മാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഈ നെയിമിന്റെ ഇവിടെയാണ് ഇൻസ്പെക്ട് ചെയ്തത്. അത് TH ആണ്. ഇൻസ്പെക്ട് ചെയ്തപ്പോ അതിന്റെ ടാഗ് നെയിം എന്തായിരുന്നു? TH അല്ലേനോ? എനിക്ക് അവിടെ മനസ്സിലായില്ല അങ്ങനെയാണെങ്കിൽ. എവിടെ? ഇത് TH ആയിരുന്നു. അത് TH. അത് TH. നെയിം TH. നമ്മൾ ഏതിനെടുത്ത? T ബോഡി അല്ലേ എടുത്തേ? നമ്മള് ടേബിളിന്റെ എക്സ്പാത്ത് എഴുതി. ടി ഹെഡ് എന്നാണോ വിളിച്ചത്? ടി ബോഡി എന്നാണോ വിളിച്ചേ? ടി ബോഡി എന്നാ വിളിച്ചത്. ടി ബോഡി. അപ്പൊ ടി ബോഡിന്റെ അകത്ത് എന്താ ഉള്ളത്? TR ആണ്. TR ഉം TD ആണ് ഉള്ളത്. അത് മാം എനിക്ക് പറഞ്ഞു തരികയല്ലായിരുന്നു, അതുപോലെ ടൈപ്പ് ചെയ്തേ ഉള്ളൂ. പക്ഷെ എനിക്ക് മനസ്സിലായില്ല അതെന്താ ഉദ്ദേശിച്ചത്. അതാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ടേബിളിന്റെ എക്സ്പാത്ത് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ടേബിളിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, ടേബിളിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ടേബിളിനെ ഐഡന്റിഫൈ ചെയ്തു. ഇനി ടേബിളിൽ ഒരു ടി ബോഡി എന്ന് പറഞ്ഞ ടാഗ് ഉണ്ട് ടേബിളിന്റെ അകത്ത്. ആ ടി ബോഡി എന്ന് പറഞ്ഞ ടാഗിന്റെ അകത്ത് TR സ്ക്വയർ ബ്രാക്കറ്റ്സ് ഓഫ് 1. അതായത് ആ ടി ബോഡിയിലുള്ള ഫസ്റ്റ് റോയിനെ വേണം എനിക്ക് റിട്രീവ് ചെയ്യാൻ. മനസ്സിലായടാ? ടി ബോഡി എന്ന് വെച്ചാൽ നമ്മുടെ ടേബിളിലുള്ള ഡാറ്റയാണ്. ഓക്കെ, നമ്മുടെ ടേബിളിൽ എൻറ്റയർ എലമെന്റ്സിനെ അല്ലെങ്കിൽ ഡാറ്റയാണ് ഡാറ്റയാണ് ടി ബോഡിയിലുള്ളത്. അതായത് ഈ ഡേറ്റാസിനെയാണ് പറയുന്നത് ടി ബോഡി. അതെ, ഇവിടെ നെയിം, പൊസിഷൻ, ഓഫീസ് എന്നെല്ലാം പറയുന്നത് ടി ഹെഡ് എന്ന് പറഞ്ഞ ടാഗിന്റെ അകത്താണ്. എനിക്ക് വേണ്ടിയിരുന്നത് ഏതിനാണ്? റോയിന്റെ ഡാറ്റയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? TR സ്ക്വയർ ബ്രാക്കറ്റ്സ് ഓഫ് 1 എന്ന് മാത്രം കൊടുത്തു. അതെങ്ങനെ? ഈ TR എന്ന് വെച്ചാൽ എന്തുവാ? TR എന്ന് വെച്ചാൽ ടേബിൾ റോ. ടേബിൾ റോ. TR. TD എന്ന് വെച്ചാൽ ടേബിൾ ഡാറ്റ. കോളംസ് എന്ന് ചുരുക്കി പറയാം. ഇൻസ്പെക്ട് ചെയ്ത് ആ ടി ബോർഡ് എക്സ്പാൻഡ് ചെയ്യണം. താഴെയുള്ള തൊട്ട് താഴെയുള്ള ടി ബോർഡ് എക്സ്പാൻഡ് ചെയ്തേ. തൊട്ട് താഴെയുള്ള ടി ബോർഡ് കഴിഞ്ഞ് അതന്നെ. ഓക്കെ, അതിൽ TR ഇല്ലേ? ഇതിനകത്ത് എല്ലാം TR ആ. യെസ്, അതിൽ TR എത്രാമത്തെയാ വേണ്ടതാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ ഇട്ട് കൊടുത്തത്. അതായത് 1 ആണ് നമ്മൾ ഇട്ട് കൊടുത്തത്. 1 ആണ് ഇട്ട് കൊടുത്തത്. അതെ,
അപ്പൊ ഫസ്റ്റ് അപ്പൊ ഫസ്റ്റ് ഇത് വരും. അപ്പൊ TR മീൻസ് ടേബിൾ റോ. ടേബിൾ റോ. TD നെക്സ്റ്റ് ടേബിൾ ഡാറ്റ അല്ലെങ്കിൽ കോളംസ്. ഓക്കെ. ക്ലിയർ ആണോടാ? ഓക്കെ. എന്ന് ഇനി വിശ്വസിക്കുന്നു. അല്ല ഓക്കെ, എന്നാ ഞാനിപ്പോ പറഞ്ഞ എന്നോട് തിരിച്ചൊന്ന് പറഞ്ഞ് തെറ്റണേ ഞാൻ തിരുത്തി തരാം. അപ്പൊ ഒന്ന് പറഞ്ഞ അത് വേണ്ടായിരുന്നു. അത് പറ. അതല്ല അങ്ങനെ തിരുത്തിയാ പെട്ടെന്ന് പഠിക്കും. പറ. എന്തോ പറഞ്ഞത്. നമുക്കിപ്പം ടേബിൾ ഡേറ്റയുടെ ഐ മീൻ ടേബിൾ ഡാറ്റയിലുള്ള പറട്ടെ. ടേബിൾ ഡേറ്റയിലുള്ള ഫസ്റ്റ് റോ ആണ് എടുക്കേണ്ടതെങ്കിൽ TR വിച്ച് ഈസ് ടേബിൾ റോ. ഇപ്പം ഫസ്റ്റ് ആണെങ്കിൽ അത് സ്റ്റാർട്ടിങ് വിത്ത് 1. അതെ, സ്ക്വയർ ബ്രാക്കറ്റ്സിൽ നമ്മളിപ്പോ എന്ത് പാസ് ചെയ്യും? 1. ഓക്കെ. അല്ല TR ബോഡി അല്ല TR ശരിയാ പറഞ്ഞത്. ടേബിൾ റോ റിട്രീവ് ചെയ്യുന്ന TR തന്നെയാണ്. ഈ TR റിസൈഡ് ചെയ്യുന്നത് ഏത് ടാഗിന്റെ തൊട്ട് മുകളിലാണ്? ഈ TR റിസൈഡ് ചെയ്യുന്നത് ഏത് ടാഗിന്റെ താഴെയാണ് അല്ലെങ്കിൽ ഏത് ടാഗിന്റെ കൂടെയാണ്? ഹെഡിന്റെ. ഈ ഹെഡ് ആണോ T ബോഡി ആണോ? ഒന്ന് നോക്കി നോക്കിക്കേ. ഐ മീൻ ഓക്കെ, ബോഡിയുടെ താഴെ. ബോഡിയുടെ താഴെ. അല്ലേ, ഇവിടെ വെച്ച ഞാൻ ഇതിൽ നോക്കിയാ ഞാൻ ഇപ്പൊ പറഞ്ഞത് ബോഡിയുടെ താഴെ. അത് നോക്കിട്ട് തന്നെയാ പറയണ്ടേ. അപ്പൊ ശരിക്കും പറഞ്ഞ ബോഡിയുടെ താഴെ അല്ലല്ലോ, ഹെഡിന്റെ താഴെയല്ലേ. ഹെഡ് വേറൊരു ടാഗ് അല്ലേ? നെയിം ഒക്കെ ഹെഡ് ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടില്ലേ ടാഗ്? ഏത് ഓപ്പൺ ടാഗിന്റെ താഴെയാണ് കിടക്കുന്നത്? അത് T ബോഡിയുടെ. T ബോഡി. ഓപ്പൺ ടാഗ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എപ്പോഴും. ഓക്കെ ഓക്കെ, മനസ്സിലായോ? പക്ഷെ എന്നാലും ഒരു പ്രാവശ്യം കൂടി മാം ഒന്ന് പറയൂ. പറയാം. ഓക്കെ. റിന്റു ഒന്ന് ഷെയർ ചെയ്യാവോ? എനിക്ക് ഞാൻ തന്നെ ചെയ്യുമ്പം എനിക്ക് ജസ്റ്റ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. നമ്മൾ ടേബിളിന്റെ ഇത് എടുത്തത് വരെയുള്ള ക്ലിയർ ആണോ? അതെ, അതുവരെ ഡൗട്ട് ഇല്ല അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ. ഡയാന, അജിത്ര ക്ലിയർ അല്ലേടാ? അത്രയും റിൻറ്റു മൂന്നാൾക്ക് അത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ്, ഈ ടേബിളിന്റെ താഴെ T ഹെഡും ഉണ്ട് T ബോഡിയും ഉണ്ട്. എനിക്കിതിൽ വേണ്ട ഡാറ്റ അപ്പൊ ടൈഗർ നിറ്റ്സൺ അതുപോലെ സിസ്റ്റം ആർക്കിടെക്ട് അതുപോലെ എന്താണ് വാട്ട് എവർ ദാറ്റ് ഓഫീസ് ഈസ് ഏജ് സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് സാലറി. ഇത്രയും ഡീറ്റെയിൽസ് അതാണ് എനിക്ക് വേണ്ട ഡാറ്റ. അപ്പൊ അതിനൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കേ. അതിനെ ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നെയിമിന്റെ അവിടെ പോയി ടൈഗർ നിറ്റ്സിന്റെ അവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യണം. പക്ഷെ മാം അങ്ങനല്ലല്ലോ ഞാൻ ആദ്യം ചെയ്തു. ഓക്കെ, പക്ഷെ നെയിമിന്റെ അവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് കണ്ടുപിടിച്ചാലും മതി, റൈറ്റ്? മതി. ഓക്കെ, കാരണം ലാസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ചെയ്തു. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ. ഇവിടെ എനിക്ക് റോ കിട്ടണമെങ്കിൽ ഞാൻ ഏത് ഓപ്പൺ ടാഗിനെ ആദ്യം പാസ് ചെയ്യണം? T ബോഡി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു വേരിയബിളിന്റെ ഇത് കൊടുത്തു, ഒരു എക്സ്പാത്ത് എഴുതി. ആ എക്സ്പാത്ത് സ്ലാഷ് എന്ന് പറഞ്ഞിട്ട് ആരെ വിളിച്ചു? ആദ്യം T ബോഡിയെ വിളിച്ചു. ഇപ്പൊ എവിടെയാ നിൽക്കുന്ന കേഴ്സർ? T ബോഡിന്റെ അവിടെ അല്ലേ? ഇതായിരുന്നു എനിക്കും പറ്റിയ പ്രശ്നം. T ബോഡി എവിടെയാ? മുകളില്. ഓക്കെ. അല്ല, T ബോഡി താഴെ. അതാ ഒരു T ബോഡി. അതാ മുകളിലേക്ക് പോടാ, മുകളിലേക്ക് വയ്ക്കേ. ഇത് ഓക്കെ. T ബോഡി ക്ലിയർ ആയോടാ ശിഖ? ഏത് T ബോഡി മനസ്സിലായോ? മനസ്സിലായി.
സോ എനിക്ക് അവിടെ എന്ത് പാസ് ചെയ്യണം? ടി ബോഡി എന്ന് എനിക്ക് എക്സ് പാത്തിന്റെ കൂടെ പാസ് ചെയ്യണം, വേണ്ടേ? ഉം. എന്നാലല്ലേ എന്റെ റോയിലേക്ക് എനിക്ക് എത്താൻ പറ്റത്തുള്ളൂ. സോ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? സ്ലാഷ് ടി ബോഡി എന്ന് ഡയറക്റ്റ്ലി അങ്ങ് കൊടുക്കും എക്സ് പാത്തില്. ഓക്കെ. ക്ലിയർ ആണോ? ഇനി ഇപ്പൊ നമ്മുടെ കേഴ്സർ ടി ബോഡി വരെ എത്തി നിൽക്കുകയാണ്. എത്തി നിൽക്കുക. അതെ. ഇനി എനിക്ക് അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റോ, ഫസ്റ്റ് റോയെ ഗെറ്റ് ചെയ്യണം. അപ്പം ടേബിൾ റോ വിച്ച് റോ? ടേബിൾ റോ വിച്ച് റോ, അതെ. അതായത് ഇപ്പൊ ടി ബോഡി സ്ലാഷ് ടി ആർ സ്ക്വയർ ബ്രാക്കറ്റ്സിൽ എത്രാമത്തെ റോ ആണോ ആ നമ്പർ. അത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ അല്ലേ? ഓക്കെ. ഡയാന ആൻഡ് അജിത്ര ക്ലിയർ ആണോടാ? ടേബിൾസ് ഞാൻ കാണിച്ചത്. ഓക്കെ. ഇനി ഈ ടി ആറിൽ നിന്ന് എനിക്ക് വേണ്ടത് ഇനി ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലുള്ള ഡാറ്റയാണ്. തേർഡ്. ഓഫീസ് ഡീറ്റെയിൽസ്. അതായത് എഡിൻബർഗ് എന്ന് പറഞ്ഞ വാല്യൂ ഡേറ്റയാണ് വേണ്ടത്. അതെ. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ടി ബോഡി ആൻഡ് ടി ആർ വരുന്നത് കറക്റ്റ് ആണ്. ടി ആർ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഓഫ് 1 പറയുമ്പോൾ ഓൾറെഡി ടി ആർ ക്ലാസ് തേർഡിനെ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ. പിന്നെ ടി ഡി കൊടുക്കണമായിരിക്കും. യെസ്, ആ ഒരു കാര്യം ചെയ്യാം. ടി ആർ സ്ക്വയർ ബ്രാക്കറ്റ്സ് 1 കഴിഞ്ഞിട്ട് സ്ലാഷ് ടി ഡി കൊടുക്കാം. സ്ലാഷ് ടി ഡി സ്ക്വയർ ബ്രാക്കറ്റില് ഇഷ്ടമുള്ളൊരു വാല്യൂ. അതിൽ തന്നെയാണോ നമ്മൾ ഇടുന്നത് അതോ നെക്സ്റ്റ് ഒരു അതേ റോയിൽ വരുന്ന അടുത്ത കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. ആദ്യത്തെ മനസ്സിലായി. അല്ല, നമ്മൾ ഇതിപ്പം പൈച്ചാമിനകത്തോട്ട് എഴുതുമ്പം സെലക്ട് ടേബിൾ ഈക്വൽ ടു സെൽഫ് ബ്രൗസർ ഫൈൻഡ് എലമെന്റ് എക്സ്പാത്ത് അതിന്റെ വാല്യൂ ഇട്ടിട്ട് ടി ആർ 1 ടി ഡി 3 2 അങ്ങനെ. ഓക്കെ, അങ്ങനെ തന്നെ. ടി ആർ ടി ഡി സ്ക്വയർ ബ്രാക്കറ്റ്സില് സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ അകത്ത് 2 കൊടുത്തോടാ. എനിക്ക് വേണ്ടല്ലോ മാം, 3 അല്ല വേണ്ടേ? 3 വേണമെങ്കിൽ 3 കൊടുത്തോ. കാരണം മൂന്നാമത്തെ കോളം അല്ലേ? മൂന്നാമത്തെ കോളം ആണെങ്കിൽ 3 കൊടുക്കാം. ഓക്കെ ഓക്കെ മാം. സ്ലാഷ് 3D സ്ക്വയർ ബ്രാക്കറ്റ്സിൽ 3. ഓക്കെ. അടുത്തേ ഇനി ഏതിലേക്ക് വരൂ? പൈച്ചാമിലേക്ക് വരൂ. ടൈം ഡോട്ട് സ്ലീപ്പിന്റെ മുകളിൽ ഓർത്തോളൂ കേട്ടോ. കോളം. ഇതെന്നെ ഈ കോളത്തിനൊരു പ്രത്യേകത. ഈക്വൽസ് അടിച്ചോ, ശരിയാവും. ഓക്കെ. ഓക്കെ. മാം, ടി ഡിയുടെ ഫുൾ ഇതെന്തുവായിരുന്നു? ടേബിൾ ഡേറ്റ. ഓക്കെ. ശരിയല്ലേ മാം? ശരിയാണ്. ഇനി എന്ത് ചെയ്യാം? കോളം ഡോട്ട് ടെക്സ്റ്റ് കൊടുത്തോടാ. കോളം ഡോട്ട് ടെക്സ്റ്റ് പ്രിന്റ് ചെയ്തോ. ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കൂ. അയ്യോ, പ്രിന്റ്.
റിസൾട്ട് കിട്ടിയില്ലേ? ഇവിടെ ഒന്ന് ഏഴംബർഗ്. ഓക്കെ. അയ്യോ, എക്സ്പാത്ത് എനിക്കെന്തോ വരെ ഉള്ളത് പ്രശ്നം ഓക്കെ മാം. ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളത് ഓർത്തിരിക്കും എന്നുള്ളതാണ്. മാം. എനിക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം ശിഖ. സ്റ്റോപ്പ് ചെയ്തടാ മാം. എന്റേത് നോക്കിക്കേ, എന്തോ ഒരു പ്രശ്നം എവിടെയോ ഉണ്ടല്ലോ. ഞാൻ ഇതിനെ വിളിച്ചിട്ടില്ല. ടേബിൾസിനെ വിളിച്ചിട്ടുണ്ട്, അത് കറക്റ്റ് ആണ്. ഇതിനെ വിളിച്ചിട്ടുണ്ട്. സ്പേസ് വല്ലതും ആണോ? അല്ലടാ, താൻ കൊടുത്ത അത് തെറ്റിപ്പോയി. പ്രിന്റിനകത്ത് സെലക്ട് ടേബിൾ ഡോട്ട് ടെക്സ്റ്റ് എന്നല്ല കൊടുക്കണ്ടേ. താൻ കോളം ഡോട്ട് ടെക്സ്റ്റ് എന്ന് കൊടുത്തേക്കണേ. കോളം ഡോട്ട് ടെക്സ്റ്റ് സെലക്ട് ടേബിൾ തന്നെ പേര് കൊടുത്തേക്കുന്നേ. അതന്നെ. അവിടെ മുകളിൽ പേര് മാറ്റിയാൽ മതി. കോളം കൊടുക്കുവോ? Table. Okay, it's fine. All right. Okay. Okay, വന്നു തോന്നുന്നു. ടേബിൾ വന്നു, ഡേറ്റയും വന്നു. ഓക്കെ. ഇത് ക്ലിയർ ആണോ ടേബിൾ ഹാൻഡ്ലിങ്? ഓക്കെ. ഇനി നെക്സ്റ്റ് ഈസ് ആക്ഷൻസ്. നിങ്ങൾ ഒരു ആക്ഷൻ കണ്ടു, ക്ലിക്ക് എന്ന ഒരു ആക്ഷൻ അല്ലേ? ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വേറെ കുറച്ച് ഓപ്പറേഷൻസ് അവൈലബിൾ ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹോവർ ചെയ്യുക എന്നുള്ള കുറച്ച് ഓപ്പറേഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? മൗസ് ഓവർ ആണ് മാം. ഓക്കെ. എന്ത്
അല്ല, ഹോവർ ചെയ്യാന്ന് പറയുമ്പോൾ അതെ അതെ കറക്റ്റ്. യെസ്, ഒരു കാര്യം ചെയ്തോളൂ, പുതിയ ക്ലാസ് ക്രിയേറ്റഡ് ഹാൻഡ്ലിംഗ് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. ക്ലാസ് ഇതിനകത്ത് തന്നെ ചെയ്യാം അല്ലേ? ഓ, ഫയൽ എടുക്കണ്ട, പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ എന്താ കൊടുക്കണ്ട? ഹാൻഡ്ലിംഗ് എന്താ? ഹാൻഡ്ലിംഗ് ആക്ഷൻസ്. ഓക്കെ, ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യണം മാം. എക്സ്റ്റെൻഡ് ചെയ്യണം. ബേസിക് സെലേനിയം. സെക്കൻഡ് മാം, സ്മോൾ ആയിരുന്നു എന്നൊരു ഡൗട്ട്. ക്ലിയർ ആണോ അത്? ബേസിക് സെലേനിയം സ്മോൾ ആയിരുന്നു. ഓക്കെ. ഇവിടെ നമ്മളിവിടെ ലെഫ്റ്റ് ക്ലിക്ക് ഒഴികെയുള്ള ഏതൊരു ആക്ഷൻ എടുത്താലും അതിനെല്ലാം നമുക്ക് പെർഫോം ചെയ്യിക്കാനായിട്ട് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. ഓക്കെ, സോ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ എങ്ങനെയാന്ന് പറഞ്ഞുതരാം. റൈറ്റ് ക്ലിക്ക് എങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാമെന്ന് പറയാം. ഓക്കെ, അതോടെ നിന്നോട്ടെ ശിഖ. ആ കോളം കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ച് ഒരു വട്ടം കൂടെ മതി. ഈ ഇന്റർനാഷണൽ നിർത്തുക. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ഞാൻ പറയുന്ന URL ഒന്ന് ആക്സസ് ചെയ്യാം കേട്ടോ. നമ്മുടെ സെലീനിയം capable ഡോട്ടിന്റെ URL ഒന്ന് എടുത്തേടാ. എവിടെയായിരുന്നു? എന്തുപറ്റി? എന്തോ ഒരു പൊട്ടത്തരം കാണിച്ച്. എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. ഞാൻ എവിടെയോ അത് സേവ് ചെയ്തിട്ടിട്ടുണ്ട്. എവിടാണെന്ന് എനിക്ക് ഓർമ്മ വന്നില്ല. അപ്പൊ ഞാൻ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇതല്ലേ? ഇതന്നെ. യെസ്, ഇതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എലമെന്റ് എടുക്കാം. ഹോമോ, ഇൻപുട്ട് ഫോമോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിന്റെ എക്സ്പാത്ത് ഒന്ന് എഴുതാം. ഇൻപുട്ട് ഫോം എന്ന് പറയുന്ന അതിന്റെ എക്സ്പാത്ത് എഴുതാം നമുക്ക്. എഴുതിക്കേടാ. അതിന്റെ ലിങ്ക് ആണല്ലോ മാം. a@href വെച്ച് എഴുതി നോക്കിക്കേ. അതെന്ന് പറയുമ്പോ // a സ്ക്വയർ ബ്രാക്കറ്റിനകത്ത്
HR slash A സ്ക്വയർ ബ്രാക്കറ്റ്സ് ഉണ്ട് slash tag name A okay. A ലിങ്കിന് യൂസ് ചെയ്യുന്നതാണ് A. A at the rate square bracket at the rate എനിക്കിത് എടുക്കാൻ പറ്റണല്ലോ. പൂവാണോ? കോപ്പി എടുത്തു നോക്കട്ടെ മാം. കോപ്പി എലമെന്റ് അല്ലേ? എന്താവുന്നു നോക്കട്ടെ. എല്ലാം പോയി. ഒരു വട്ടം കൂടെ കൊടുക്ക. Inspect A AHREF symbol form demo.php ഇത് മതിയല്ലോ മാം? attribute മതി. പോരെ? control F at the rate HREF ഇതെങ്ങോട്ട് പോയി? ഇൻസ്പെക്ട് ചെയ്തോന്ന്. ഇൻപുട്ട് ഫോം റൈറ്റ് ക്ലിക്ക് ചെയ്യ്. ഇൻപുട്ട് ഫോമിനോട് റൈറ്റ് ക്ലിക്ക് ചെയ്യടാ. ആ ലിങ്ക് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യ്. അല്ലെങ്കിൽ ആ href ഈക്വൽസ് തൊട്ട് കോപ്പി എടുക്ക്. പറ്റണ്ടേ? ആ ലിങ്ക് ക്ലിക്ക് ചെയ്യ് വെറുതെ. ഇതില് പാടാം മാം, കിട്ടിയല്ല. ക്ലിക്ക് ചെയ്യ്, ലിങ്ക് ക്ലിക്ക് ചെയ്യ്, പറഞ്ഞുതരാം. ഡബിൾ ക്ലിക്ക് ചെയ്തോ? ലിങ്ക് തന്നെയാണോ ക്ലിക്ക് ആയി? ഐ ഡോണ്ട് നോ. നോക്കട്ടെ. ലിങ്ക് ക്ലിക്ക് ചെയ്തേ. ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് എന്താ അതിലേക്ക് പോകുന്നുണ്ടോ നോക്കട്ടെ. അത് പോയി. പോയോ? വന്നോ? ഇതാണോ? അപ്പൊ URL കോപ്പി എടുത്തോളാം. ഇതോ? ഇതല്ല. ഇൻപുട്ട് ഫോമിന്റെ അവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ URL കിട്ടില്ല, സിമ്പിൾ ഫോം demo.php. ആ URL ആണ് നമുക്ക് അവിടെ മുകളിൽ വന്നത് അല്ലേ? ആ മുകളിലെ URL കോപ്പി എടുത്തേ. ഇത് ഇവിടെ മതി അല്ലേ? മുഴുവൻ എടുത്തോ. ഓക്കെ. ഇനി വർക്ക് സ്പേസിലേക്ക് പൈച്ചാമ്പിലേക്ക് തിരിച്ചു വരൂ. അല്ല മാം, എനിക്ക് ഈ വാല്യൂ എടുക്കണമായിരുന്നു. വാല്യൂ ആണ് ഇപ്പൊ വന്നത്. hrefന്റെ ഒരു ലിങ്ക് ആണത്. ഓക്കെ, അപ്പൊ ഈ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കട്ടെ? യെസ്, @href ഈക്വൽസ് നോട്ട് കൊടുത്തോ. ക്ലോസ് ചെയ്യണം, ഓക്കെ കൊടുക്കുക. ഇനി പൈച്ചാമി വന്നിട്ട് ബ്രൗസറിന് ഞാൻ ഗെറ്റ് ചെയ്യണ്ടേ? URL ഗെറ്റ് ചെയ്യണ്ടേ മാം? URL ഇവിടെ ഗെറ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ ബേസ് URL ഉണ്ടല്ലോ, അത് മതി, കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇനി ഒരു വേരിയബിളിലേക്ക് XPath എടുത്തോ. ഓക്കെ. വേരിയബിള് അവിടെ എന്തായിരുന്നു നമ്മളിപ്പോ ചെയ്തത്? ഇൻപുട്ട് ഫോം അല്ലേ? ഞാൻ അത് തന്നെ കൊടുക്കട്ടെ? ഇൻപുട്ട് ഫോം എങ്ങനെയായിരുന്നു മാം? ഡെഫിനിഷൻ വേണ്ട? അപ്പോ ഡെഫിനിഷൻ എഴുതിക്കോ. യെസ്, ഡെഫിനിഷൻ എഴുതിക്കോളൂ. ആക്ഷൻസിന് ഒരു വെരിഫൈ ആക്ഷൻസ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തോളൂ. എന്തുവാ മാം പേര്? വെരിഫൈ ആക്ഷൻസ്. വെരിഫൈ
വെരിഫൈ ആക്ഷൻ സെൽഫ് കൊടുക്കുക. പിന്നെ അതിന്റെ താഴെ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്താ ഇപ്പൊ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇൻപുട്ട് ഫോം അല്ലേ? ഇൻപുട്ട് ഫോം അല്ല ഇൻപുട്ട് ഫോം, സോറി, ഇൻപുട്ട് ഫോം ഇതന്നെ ഇപ്പൊ ഈക്വൽ ടു അല്ലേ, അങ്ങനെയായിരുന്നു. സെൽഫ് ഡോട്ട് ഇൻപുട്ട് ഫോം ഈക്വൽ ടു സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് element. എല്ലാം ഞാൻ മറന്നു പോകണല്ലോ. browser dot find element tab input xpath control V ഇതെന്താ മാം ഇവിടെ? ഇനി സെൽഫിന് ഒരു മിനിറ്റ്, ഇവിടെ എന്താ മാം? ഞാൻ നെക്സ്റ്റ് പറയാം. ആ സെൽഫ് ഡോട്ട് എന്താ പ്രശ്നം ഞാൻ നോക്കുന്നു. സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് ഇവിടെ എന്തോ ഞാൻ അതല്ല ബൈ ഡോട്ട് എക്സ്പാത്ത് ഏതല്ലേ? എനിക്കെന്താ ഇവിടെ പറ്റിയത്? സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ്. പക്ഷെ എന്താ ഇവിടെ അത് കുഴപ്പമില്ലടാ. ഇല്ല. അപ്പൊ ചെയ്തേക്കുന്ന ഒരു ടാബ് സ്പേസ് അടിച്ച ഇൻപുട്ട് ഫോമിന്. ഓ മനസ്സിലായി. മനസ്സിലായടാ? ഓക്കെ മനസ്സിലായി. ഓക്കെ, മനസ്സിലാത്ത. ഓൾറൈറ്റ്, ഓക്കെ. താഴെ കൊടുത്തോളൂ. ആക്ഷൻസ് ഈക്വൽസ് ആക്ഷൻ ചെയിൻസ്. എയും സിയും ക്യാപ്സ് കേട്ടോ. എയും സിയും ക്യാപിറ്റൽ. എയും സിയും ആക്ഷൻസ് ചെയിൻസ്. എ ക്യാപിറ്റല്, പിന്നെ ചെയിൻസിന്റെ സി ക്യാപിറ്റൽ. സി സ്മോൾ കൊടുക്കണം അവിടെ. ആക്ഷൻ ചേഞ്ചോ? ചെയിൻസ്. ഇതാണോ മാം? അത് തന്നെ. യെസ്, ആക്ഷൻ ചെയിൻസ് ബ്രാക്കറ്റ്സിൽ സെൽഫ് ഡോട്ട് ബ്രൗസർ. ഓക്കെ, ഇതിനെ ഇമ്പോർട്ട് ചെയ്യണോ മാം? ആക്ഷൻ ചെയിൻ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്യണോ? ആക്ഷൻ ചെയിൻസിനെ ഇമ്പോർട്ട് ചെയ്തോ? എനിക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ചോദിച്ചില്ലല്ലോ. ചോദിക്കുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്താൽ മതി. അതേലെങ്കിൽ ഓട്ടോ ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും. ചെയ്തു. ഓട്ടോ ഇമ്പോർട്ടായി. ഓക്കെ, action chain self browser. Okay. നെക്സ്റ്റ് ലൈനിൽ കൊടുക്കടാ. ആക്ഷൻസ് ഡോട്ട് വേരിയബിൾ നെയിം ആണ് കൊടുക്കണ്ടേ? ആക്ഷൻസ് എന്നുള്ള വേരിയബിൾ നെയിം. ആക്ഷൻസ് ഡോട്ട്
actions dot context click context underscore click സ്മോൾ ആണോ മാം? അതാ സെക്കൻഡ് സെഷൻ എടുത്തോടാ. ആക്ഷൻസ് ഡോട്ട് കോണ്ടെക്സ്റ്റോ? യെസ് കോണ്ടെക്സ്റ്റ് അണ്ടർസ്കോർ ക്ലിക്ക് അല്ലേ? അതന്നെ. കോണ്ടെക്സ്റ്റ് ക്ലിക്കില് ഇനി ഡബിൾ കോട്ട്സിൽ ഇടണം. ഡബിൾ കോട്ട്സ് വേണ്ട. കോണ്ടെക്സ്റ്റ് ക്ലിക്കില് ബ്രാക്കറ്റ്സിൽ ആരെ പാസ് ചെയ്യണേ? ഇൻപുട്ട് ഫോമിന്. ഏതിന്റെ മേല് വെച്ചാണോ എനിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ടത് ആ എലമെന്റിന്റെ പേര്. ഡോട്ട് പെർഫോം. ഡോട്ട് പെർഫോം. What? No, I'm not done yet. ഓക്കെ. ഡോട്ട് പെർഫോം. ഇനി ഇതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യൂ. എന്നിട്ട് വെരിഫൈ ആക്ഷൻ എന്ന് വിളിക്കൂ. വെരിഫൈ ആക്ഷൻസ് എന്ന് വിളിക്കൂ. ഒബ്ജക്റ്റ് എന്താണ്? ആക്ഷൻസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ. ഹാൻഡ്ലിംഗ് ആക്ഷൻസ് എന്നിട്ട് ക്രിയേറ്റ് ചെയ്തോ. ഹാൻഡ്ലിംഗ് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ആക്സസ് ബ്രൗസറിനെ വിളിക്കുക. വെരിഫൈ ആക്ഷൻസിനെ വിളിക്കുക. ഹാൻഡ്ലിംഗ് ആക്ഷൻസിന്റെ ചെയ്തിട്ട് ഇനി എന്താണ്? ആക്സസ് ബ്രൗസർ ആണോ മാം? ആക്സസ് ബ്രൗസറും കൂടെ ഉണ്ടല്ലേ. പിന്നെ ഹാൻഡ്ലിംഗ് ആക്ഷൻ, ഹാൻഡ്ലിംഗ് ആക്ഷൻ, ആക്ഷൻസ്. ഇതെന്താ ഇവിടെ? ഹാൻഡ്ലിംഗ് ആക്ഷൻസ് ഡോട്ട് ആക്സസ് ബ്രൗസർ. എന്നിട്ട് ഹാൻഡ്ലിംഗ് ആക്ഷൻ വെരിഫൈ അത് വേണ്ടേ? വെരിഫൈ ആക്ഷൻസും വേണമെന്ന് തോന്നുന്നല്ലേ? യെസ്. വെരിഫൈ ആക്ഷൻസ് വിളിച്ചോ താഴെ. Handling actions dot verify actions. Okay. ഇതെന്താ മാം ഇങ്ങനെ കാണിക്കുന്നു? എങ്ങനെ? ഇത് കണ്ടോ? ഹാൻഡ്ലിംഗ് ആക്ഷൻസ്, ഹാൻഡ്ലിംഗ് ആക്ഷൻസ്, ഹാൻഡ്ലിംഗ് ആക്ഷൻസ്. എവിടെ ഹാൻഡ്ലിംഗ് ആക്ഷൻസ്? ഞാൻ ആ ഇൻവോക്ക് ചെയ്തെടുത്ത് റെഡ് ആക്കി കാണിച്ചിരിക്കുന്നു. ഓക്കെ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലടാ. എനിക്ക് മനസ്സിലായി. ഹാൻഡ്ലിംഗ്. ഓക്കെ, ഓൾറൈറ്റ്. ഇപ്പൊ ശരിയായി. ഇനി മാം ഫയൽ റൺ ചെയ്യണം അല്ലേ? ഫയൽ റൺ ചെയ്യും. ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കണല്ലോ. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ആവുന്നുണ്ടെന്ന് അത് നോക്കുക. എറർ അടിച്ചല്ലോ. നോക്കട്ടെ എന്താ എറർ എന്ന്. ഫുൾ ഓഫ് എറർ. നോക്കട്ടെ, മുകളിലേക്ക് പോട്ടെ. ഓക്കെ, ഞാനിത് മാമിന് കിട്ടി. സാധനം മനസ്സിലായി. href ഈക്വൽസ് എഴുതുമ്പോ കിട്ടുന്നില്ല അല്ലേ? എനിക്ക് റൈറ്റ് ക്ലിക്ക് ആയി മാം. റൈറ്റ് ക്ലിക്ക് ആയല്ലേ? ഓക്കെ.
എങ്കിൽ റിൻറ്റു ഏത് എക്സ്പാത്ത് ഒന്നോട് ഷെയർ ചെയ്തേ. ആ കോഡ് കംപ്ലീറ്റ് ചെയ്യാം ഞാൻ. കോഡ് കംപ്ലീറ്റ് ഇടുവാണെങ്കിൽ അങ്ങനെ ഇട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ജസ്റ്റ് മറ്റേ എക്സ്പാത്ത് ഇല്ലേ നമ്മളെടുത്ത അത് മാത്രം ഇട്ടാലും മതി, പ്രശ്നമില്ല. എനിക്ക് മനസ്സിലായി മാം, വേണ്ടടാ എന്താ എനിക്ക് പറ്റിയെന്ന്. സിംഗിൾ കോട്സ് ചാറ്റിലിടണോ ശിഖ? ഇടാൻ വേണമെങ്കിൽ ഇട്ടേ. അല്ല ചാറ്റിലിട്ടേടാ. ഇട്ട് ജസ്റ്റ് എനിക്ക് ആ പാത്ത് മാത്രം മതി. ഞാൻ ആ ലൈൻ ഓഫ് കോഡ് ഇട്ടിട്ടുണ്ട്. സിമ്പിൾ ഫോം ഡെമോ PHP മാത്രം കൊടുക്കും. എന്താ വ്യത്യാസം? സിമ്പിൾ ഫോം ഡെമോ .php എന്ന് മാത്രമേ അവളതിൽ കൊടുത്തിട്ടുള്ളൂ. കൊടുത്തില്ല. ഒരു കാര്യം ചെയ്താൽ മതി, ഈക്വൽസ് എന്ന് പറഞ്ഞിട്ടേ HTTPS അതല്ല ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും മതി. ഒരു സെക്കൻഡ് മാം, കൺട്രോൾ V, എനിക്കൊന്നും അറിയണം അതെന്തുവാ ഞാൻ ചെയ്യ. സെൽഫ് ഡോട്ട് A, ഓക്കെ, റെഫ് യു എൻറ്റർ URL ആണ് നീ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്. URL അല്ലേ മാം കോപ്പി ചെയ്യാൻ എന്നോട് പറഞ്ഞത്? കോപ്പി ചെയ്യാൻ പറഞ്ഞതായിരുന്നു. അത് ചില കേസിൽ വർക്ക് ആവത്തില്ല. അങ്ങനെ വരുമ്പോ നമ്മൾക്ക് ആ ചെറിയ പോർഷൻ മാത്രമായിട്ട് കൊടുക്കാം, പാർഷ്യൽ ലിങ്ക് ആയിട്ട് കൊടുക്കാം. അല്ല ഇവിടെ പിന്നെ റിൻറ്റു ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അതിന്റെ വാല്യൂ അല്ലേ? സിമ്പിൾ ഫോം അതേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ കൊടുത്തു. നോർമലി യു എൻറ്റർ URL കൊടുത്താലും വർക്ക് ആവാറുള്ളതാണ്. ചിലപ്പോ പക്ഷെ എന്താ വെച്ചാല് എൻറ്റർ URL ലോഡ് ആവാൻ ടൈം എടുക്കത്തില്ലേ, അപ്പൊ അത് ഫെയിലിയർ വരും. ഓക്കെ, അപ്പം മാം പറഞ്ഞു തരുന്നത് നമ്മള് ഇങ്ങനെ കൊടുത്താൽ മതി, സിമ്പിൾ ഫോം ഡെമോ .php അങ്ങനെ കൊടുത്താൽ മതി. അതായത് വാല്യൂ കൊടുത്താൽ മതി എന്ന്. And let's see. Okay. ക്ലിക്ക് ചെയ്തു. ഇനി ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുത്താൽ മതി താഴെ. ഡോട്ട് പെർഫോം കഴിഞ്ഞിട്ട് ടൈം ഡോട്ട് സ്ലീപ്പ് കൊടുക്കാം. ഏതാ മാം? ഇൻപുട്ട് ഫോം ഡോട്ട് പെർഫോം കഴിഞ്ഞിട്ട് ടൈം ഡോട്ട് സ്ലീപ്പ് അല്ലേ? അവൾക്ക് പെട്ടെന്ന് പോയില്ലേ, അതിനോട് കൊടുക്കാമെന്ന് പറഞ്ഞ. മാൻഡേറ്ററി ഒന്നല്ല കൊടുക്കണമെന്ന്. ഓക്കെ, ഓക്കെ. സോറി, ഡയാന കിട്ടിയായിരുന്നോടെ? സുബിറ്റി ഔട്ട്പുട്ട് കിട്ടിയല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കിനി ബാക്കി നാളെ എടുക്കാം. ഓക്കെ, നമുക്കിനി കുറച്ചും കൂടെ ടൈപ്സ് ഓഫ് ആക്ഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ആക്ഷൻസ് മൗസ് ഹോവർ പഠിക്കാനുണ്ട്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പഠിക്കാനുണ്ട്, പിന്നെ കീബോർഡ് ആക്ഷൻസ് പഠിക്കാനുണ്ട്. ഡ്രോപ്പ് ഡൗൺ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എങ്ങനെയാ? ലൈക്ക് നമ്മള് ചില സമയത്ത് ചെയ്യാറില്ലേ, ഒരു എലമെന്റ് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുന്ന അങ്ങനത്തെ കൈൻഡ് ഓഫ് ചെയ്യാനുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഓക്കെ.
അപ്പോൾ ഫോർ നൗ ഇത്രയും ഓർത്ത് വെക്കുക. ആക്ഷൻ ചെയിൻസ് ക്ലാസ് ആണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ക്ലിക്ക്, ഹോവറിങ് അങ്ങനത്തെ ഫംഗ്ഷനാലിറ്റീസിനെല്ലാം യൂസ് ചെയ്യുന്ന ക്ലാസ് ആണ് ആക്ഷൻ ചെയിൻസ്. ഓക്കെ ഓക്കെ മാം. ഓക്കേടാ. താങ്ക് യു. താങ്ക്സ് മാം.